നിങ്ങൾ വിദേശത്താണോ? പണം അയക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാസി ഇന്ത്യക്കാരുടെ പണമിടപാടുകളിൽ സൂക്ഷ്മ പരിശോധന നിലവിൽ വരാൻ പോകുന്നു എന്ന് സൂചന നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്. നികുതി വെട്ടിപ്പും അനധികൃത പണം കടത്തും കണ്ടുപിടിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. പഠനത്തിനിടെ വിദ്യാർത്ഥികൾ സമ്പാദിക്കുന്ന പണം അയക്കുമ്പോഴും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിടിവീഴും. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഡിക്ലറേഷൻ നൽകണം. പഠിക്കാനായി പോകുന്നവരുടെ അക്കൗണ്ടുകൾ വഴി നാട്ടിലേക്ക് മറ്റുള്ളവർ പണം അയക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്. ഒപ്പം പഠനത്തിനായി പോകുന്നവർ പണം കണ്ടെത്തുന്ന മാർഗമറിയാനും പരിശോധനയുണ്ടാകും. ഡിക്ലറേഷൻ അഥവാ സാമ്പത്തിക ഉറവിടം വ്യക്തമാകുന്നതോടെ ഇടപാടുകൾ സുതാര്യമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. US, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ബിരുദാനന്തര ബിരുദത്തിന് ശേഷം വിദേശ പൗരത്വം നേടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ വെല്ലുവിളികൾ നേരിടുക. ഡബിൾ ടാക്സ് അവോയ്ഡൻസ് അഗ്രിമെന്റ് അഥവാ ഇരട്ട നികുതി ഒഴിവാക്കുന്ന ഉടമ്പടിയുള്ള രാജ്യങ്ങളുമായി ഡാറ്റ പങ്കിടുന്നതോടെ വരുമാന സ്രോതസ്സിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ വ്യക്തത വരും. അങ്ങനെ വരുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾ പോലും അവരുടെ വരുമാന വിവരങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കേണ്ടി വരും. വിദേശത്ത് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകുന്നതായിരുന്നു ഇതുവരെയുള്ള നയമെങ്കിൽ 2025 ബജറ്റ് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും കേന്ദ്ര ബജറ്റിലെ ചില കാര്യങ്ങളിൽ മുൻകരുതലെടുക്കണം. നിലവിൽ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി നൽകേണ്ടതില്ല. എന്നാൽ ഇരട്ട നികുതി ഒഴിവാക്കാൻ കരാറുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം അയക്കുന്നവർ നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷം 182 ദിവസത്തിലധികം ഇന്ത്യയിൽ ചെലവഴിച്ചാൽ മാത്രമായിരുന്നു മുമ്പ് NRIകൾക്ക് ഇന്ത്യയിലെ സാമ്പത്തിക ഉറവിടത്തെപ്പറ്റി വെളിപ്പെടുത്തേണ്ടിയിരുന്നത്. 2020 അത് 120 ദിവസമായി വെട്ടിക്കുറച്ചു. എന്നാൽ കൂടുതൽ കർശന നിബന്ധനകൾ വരുന്നു എന്ന സൂചനയാണ് പുതിയ ബജറ്റിലുള്ളത്. വരുമാനം സംബന്ധിച്ച വിശദമായ വെളിപ്പെടുത്തൽ വേണ്ടിവരുമെന്നതാണ് വിദേശ ഇന്ത്യക്കാർക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ശരിയായ വിവരമല്ല കൈമാറുന്നതെങ്കിൽ കടുത്ത പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വന്നേക്കും. നിക്ഷേപം, സേവിങ്സ് തുടങ്ങിയവയ്ക്കായി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവരും കർശന നികുതി പരിശോധന നേരിടേണ്ടി വരും. ലിബറലൈസ് റെമിറ്റൻസ് സ്കീം അഥവാ LRS വഴി ഭീമമായ ഇടപാടുകൾ നടത്തിയാലും പരിശോധനയുണ്ടാകും. വിദേശവാസത്തിന് ശേഷം മടങ്ങിയെത്തുന്ന വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും അവരുടെ വിദേശ ആസ്തി സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറിയില്ലെങ്കിൽ കള്ളപ്പണ നിയന്ത്രണ നിയമം ചുമത്തും. പുതിയ മാറ്റങ്ങൾ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉടൻ ബാധിച്ചേക്കില്ലെങ്കിലും വിദേശ പൗരത്വത്തിന് ശ്രമിക്കുന്നവർക്ക് നിർണായകമാകും. സങ്കീർണമായ സാമ്പത്തിക ക്രമമാണ് വിദേശ ഇന്ത്യക്കാരെ കാത്തിരിക്കുന്നതെന്ന് ചുരുക്കം.